നമസ്കാരം പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ഏവരും അക്ഷമരായി കാത്തിരുന്ന ബാദുഷ ഹരീഷ് കണാരൻ പോരാട്ടത്തിൽ ബാദുഷ ഒരു മറുപടിയുമായി രംഗത്തെത്തി. നമുക്കതിന് മറുപടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ അതിന് മുമ്പ് ഈ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് പിന്നാലെ ഹരീഷ് കണാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടെ, ഒരു ഫോട്ടോ, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ക്യാപ്ഷനിൽ ഒരു ചിരിക്കുന്ന ഇമോജിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിന് കമൻസ് വരുമല്ലോ. അപ്പോൾ കമൻസ് വന്നപ്പോൾ അതിൻ്റെ ടോപ്പ് കമൻ്റ് ആയിട്ട് നിൽക്കുന്നത്, എനിക്ക് ഈ ഫോട്ടോയുടെ അർത്ഥം മനസ്സിലായി, ആ പൈസ പോയി എന്നുള്ള നിൽപ്പല്ലേ എന്ന് പറഞ്ഞൊരു കമൻറ്റ് കൂടെ വന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര രസകരമായിട്ടുള്ള കമൻ്റായിട്ട് തോന്നി. പല പ്രേക്ഷകരും ഈ കമൻറ്റിന് നല്ലോണം പുകഴ്ത്തിയൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളത് കുറേ നാളുകളായിട്ടുള്ള കാര്യമാണ്. ബാദുഷയുടെ മറുപടി വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ബാദുഷ എന്താ പറഞ്ഞത്? ബാദുഷയ്ക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടി, ട്രോള് കിട്ടി, തൻ്റെ മകൻ അതിനുശേഷം കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല, തൻ്റെ മകളുടെ അക്കൗണ്ടിൽ വന്ന് ഒരുപാട് ഫേക്ക് കമൻസിലും അല്ലാണ്ടും ഒക്കെ തന്നെ സൈബർ അറ്റാക്കിങ്ങും ബുള്ളിയും ഒക്കെ നടന്നിട്ടുണ്ട്. മകളുടെ അക്കൗണ്ടിൽ വന്ന കമൻറ്റുകളുടെ ഉടമസ്ഥരുടെ പേരിലൊക്കെ തന്നെ സൈബർ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ ഹരീഷ് കണാരൻ പറയുന്നുണ്ട്. അതൊക്കെ ഫാക്റ്റാണ്, വേണ്ടതാണ്. ബാദുഷ ചെയ്ത് എന്തെങ്കിലും കാര്യത്തിന് ഹരീഷ് കണാരനോ അല്ലെങ്കിൽ ബാദുഷയുടെ കുടുംബമോ ഇത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാദുഷയുടെ മകളുടെ അക്കൗണ്ടിൽ താഴെ വന്ന് ഇതുപോലെ കമൻ്റ് ഒക്കെ ഇടുന്നതായിട്ട് ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിനെതിരെ നിയമ നടപടിയെ മുന്നോട്ട് പോകുന്നൊക്കെ ബാദുഷ പറയുന്നുണ്ട്. ഇനി നമുക്ക് കേസിലേക്ക് വരാം. ബാദുഷ പ്രസ് മീറ്റിൽ എന്താ പറഞ്ഞത്? ബാദുഷ പറഞ്ഞത് ഹരീഷ് കണാറിൻ്റെ കയ്യിൽ നിന്ന് താൻ 20 ലക്ഷം ഒന്നും വാങ്ങിയിട്ടില്ല, വാങ്ങിയത് 14 ലക്ഷം രൂപയാണ്. അതിൽ 7 ലക്ഷം രൂപ തിരികെ കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള 7 ലക്ഷം രൂപ തൻ്റെ ശമ്പളമായി താൻ കൂട്ടി എന്നാണ് ബാദുഷ പറയുന്നത്. അതായത് ഹരീഷ് കണാറിൻ്റെ ഡേറ്റുകളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ബാദുഷയാണ്. ആ ഡേറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ശമ്പളം ഉണ്ടാവില്ല, ആ ശമ്പളമായിട്ട് താൻ ആ 7 ലക്ഷം രൂപ എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ബാദുഷയോട് 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, അങ്ങനെ തൻ്റെ ശമ്പളമാണ് ഇതെന്ന് ഹരീഷ് കണാറിനോട് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരീഷ് കണാർ ഇതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ശമ്പളമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേറ്റ് ആണ്. അല്ലാതെ ഞാൻ ഇത് കിട്ടിയ പൈസ ശമ്പളമായിട്ട് കൂട്ടി. 2, ബാദുഷ ഇത് കടമായിട്ടാണ് വാങ്ങുന്നത്. ഹരീഷ് കണാറിൻ്റെ കയ്യിൽ നിന്നും ഈ പൈസ കടമായിട്ടാണ് വാങ്ങുന്നത്. ഈ കടമായിട്ട് വാങ്ങുന്ന പൈസ എങ്ങനെയാണ് ശമ്പളമായിട്ട് മറിക്കാൻ പറ്റുന്നത്? ശമ്പളം ഞാൻ ചെയ്ത ജോലിക്കുള്ള കൂലിയാണ്, കടം വേറെയാണ്. അപ്പോൾ ബാദുഷയ്ക്ക് ഹരീഷ് കണാറിനോട് താൻ വർക്ക് ചെയ്തതിൻ്റെ ശമ്പളം ചോദിക്കാം, അല്ലാതെ ഈ കടം വാങ്ങിച്ചിട്ട് അത് പിന്നീട് കൂലിയായിട്ട് കണക്കാക്കുന്നതിൻ്റെ സമ്പ്രദായം മനസ്സിലാവുന്നില്ല. എന്തായാലും ബാദുഷ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്, ബാക്കി താൻ ശമ്പളമായിട്ട് കൂട്ടി. അപ്പോൾ എന്തായാലും ഈ 7 ലക്ഷം രൂപ തിരികെ കൊടുക്കാനുള്ള നടപടിയിലേക്ക് ബാദുഷ നീങ്ങുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ദീപകിൻ്റെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത്, ബസ്സിൽ ദീപകിൻ്റെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഹരീഷ് കണാരൻ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ആ പോസ്റ്റിന് താഴെ ബാദുഷ വന്നൊരു കമൻറ്റ് ഇട്ടു, ഇങ്ങനെയാണ് ഒരാൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സമാധാനമൊക്കെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ബാദുഷ ഒരു കമൻറ്റൊക്കെ ഇട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് ഇത് കൂടുന്നുണ്ട്. ബാദുഷയുടെ പ്രസ് മീറ്റിന് ശേഷവും ബാദുഷയ്ക്ക് നേരെ ഇങ്ങനെ സൈബർ ആക്രമണം കൂടിക്കൊണ്ടേയിരുന്നു. എന്തൊക്കെ ഡയലോഗ് അടിച്ചാലും വാങ്ങിയ ക്യാഷ് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബാദുഷയ്ക്ക് നേരെ ആളുകൾ രംഗത്തെത്തിയത്. അതിന് പിന്നാലെ ബാദുഷ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബാദുഷയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്, കമൻ്റ് ഇട്ട് തള്ളിക്കോ കമൻ്റോളികളെ, ഞാൻ സിനിമയിൽ തന്നെ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാദുഷ ആ പോസ്റ്റ് ഇട്ടത്. അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ ബാദുഷയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും വരുന്നുണ്ട്. ഹരീഷ് കണാറിനെ അനുകൂലിച്ചുകൊണ്ടാണ് പൊതുസമൂഹം രംഗത്തെത്തുന്നത്. എന്തായാലും ബാദുഷയുടെ ഈ ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പ്രേക്ഷകർ വെള്ളം തൊടാതെ പോലും എടുക്കുന്നില്ല. അപ്പോൾ പോലും ബാദുഷ പറയുന്ന വാചകങ്ങളോടോ അല്ലെങ്കിൽ വാദങ്ങളോടോ പൂർണ്ണമായ എതിർപ്പ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് മാറ്റി കിട്ടണമെങ്കിൽ ഹരീഷ് കണാറിനെ കൊടുക്കാനുള്ള 7 ലക്ഷം രൂപ തിരികെ കൊടുത്തിട്ട് പിന്നീട് ശമ്പളം തമ്മിൽ സംസാരിച്ചിട്ട് പിന്നീട് നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു നടൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുക, അയാളിൽ നിന്നും കടം വാങ്ങിയതിനു ശേഷം തിരികെ കൊടുക്കാതിരിക്കുക എന്നുള്ള 2 കാരണങ്ങളുണ്ട്. മാത്രമല്ല ബാദുഷ പറയുന്നൊരു കാര്യം, 3 പേരിൽ നിന്നായിട്ട് താൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 2 പേരിൽ നിന്നും പണം വാങ്ങിയതിനു ശേഷം അവർ തിരികെ തരേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രശ്നം ഹരീഷ് കണാറിന് മാത്രമാണ് എന്നതും കൂടി ബാദുഷ പറയുന്നുണ്ട്. ഹരീഷ് കണാറിന് മാത്രമായിരിക്കാം പ്രശ്നം, കാരണം അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. അപ്പോൾ അയാൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്തിരിക്കും, സ്വാഭാവികമാണ്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരു 100 രൂപ പോലും വേറൊരാൾ എടുക്കുമ്പോൾ പോലും നമുക്കത് വല്ലാത്ത വേദന ഉണ്ടാക്കും. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അത് ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം വരും. അപ്പോൾ ഇവിടെയാണ് ലക്ഷങ്ങളുടെ കണക്കുകൾ വരുന്നത്. അപ്പോൾ ലക്ഷങ്ങളുടെ കണക്കുകൾ കടമായിട്ട് വാങ്ങി പോക്കറ്റ് വെക്കുമ്പോഴേക്കും അതിനകത്തൊരു ചതിയുണ്ട്. അപ്പോൾ കടമായിട്ട് വാങ്ങിയതിന് ശേഷം അത് തന്നെ കൂലിയായിട്ട് കൂട്ടുക എന്ന് പറയുമ്പോഴേക്കും അത് ചതിയാണ്. നിങ്ങൾ കൂലിയായിട്ട് വാങ്ങുന്നതെങ്കിൽ കൂലിയായിട്ട് സംസാരിച്ച് വാങ്ങിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുമ്പോഴാണ് അതിനകത്തൊരു ന്യായം ഇരിക്കുന്നത്. അല്ലാതെ കടം വാങ്ങിയതിന് ശേഷം പകുതി കൊടുത്തതിന് ശേഷം ബാക്കി പകുതി തൻ്റെ കൂലിയാണെന്ന് പറയുന്നതിനകത്തൊരു ന്യായപ്പശകുകളുണ്ട്. അതാണ് സമൂഹ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും ഈ തർക്കം വളരെയധികം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ബാദുഷയുടെ മക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. തൻ്റെ മകന് കോളേജിൽ പോകാൻ കഴിയുന്നില്ല. ഈ അപമാനം കാരണം
അന്ന് നിർത്തിയതാണ് പഠിപ്പ്, കോളേജിൽ പോക്ക്. പിന്നീട് കോളേജിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ബാദുഷ വികാരഭരിതനാവുന്നുണ്ട്. അതിനുശേഷം തന്റെ മകൾക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും ബാദുഷ പറയുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള. പക്ഷേ ഹരീഷ് കണാറിനുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ ധാരണകളില്ലെങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബാദുഷ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഹരീഷ് കണാറിന് ബാക്കി തുക കിട്ടാൻ പോകുന്നില്ല. അതായത് ബാദുഷ തിരികെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് ബാദുഷ പറയാതെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ താൻ ശമ്പളമായിട്ട് കൂട്ടുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഈ പ്രസ് മീറ്റ് ബാദുഷ വിളിച്ചപ്പോഴേക്കും പലരും കരുതിയത് ഈ പണം തിരികെ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്ലാരിഫിക്കേഷനും നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇത് കൂടുതൽ കുഴിയിലേക്ക് ചാടുന്ന രീതിയിലേക്കാണ് ബാദുഷയുടെ വാക്കുകൾ മാറിയത് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഹരീഷ് കണാറിൻ്റെ ഈ ഒരു പോസ്റ്റും കൂടി ഇട്ടതോടുകൂടി ഹരീഷ് കണാറിനും കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.